ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പവുമാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പോളം മൈദമാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പഴം എടുത്തിട്ടുണ്ട്, നമ്മുടെ നോർമൽ റോബസ്റ്റ പഴം ഉണ്ടല്ലോ അതെടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തന്നെ പഴം ഉടച്ചു കൊടുത്ത് മിക്സ് ചെയ്യണം. മിക്സിയിൽ ഇട്ടിട്ടൊന്നും പഴം അടിച്ചെടുക്കണ്ട, ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യത് ഇങ്ങനെ കൈകൊണ്ട് ഇടുമ്പോൾ താഴോട്ട് വീഴുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾക്കിനി എണ്ണ ചൂടാക്കിയതിന് ശേഷം എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. എണ്ണ നിറയെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, മുങ്ങിക്കിടക്കുന്ന രീതിയിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ മറിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2 സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മളിത് എടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മൾക്ക് പഴവും പഞ്ചസാരയും മൈദമാവും ഉണ്ടെങ്കിൽ തന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. നമ്മൾക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേറെ റെസിപ്പീസ് ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ചെന്നൈയിൽ നിന്ന് തന്നെയാണ്. അവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇത്. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് അഥവാ ഫ്ലേവറിന് വേണ്ടിയിട്ട് വല്ല ഏലക്കപ്പൊടിയോ അങ്ങനെ വല്ലതൊക്കെ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പഴം ഇപ്പം നേരിട്ട് കഴിക്കാത്തവർക്ക്, ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെയൊക്കെ നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ഫ്രൈ ആക്കി ഉണ്ടാക്കി കൊടുക്കുമ്പം അവർ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.